നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് കേരള രാഷ്ട്രീയത്തെ നയിച്ചുകൊണ്ടിരുന്ന ചില ആളുകൾ, വി.എസ്. അച്യുതാനന്ദൻ, പിന്നെ എ.കെ. ആൻ്റണി, പിന്നെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പി.സി. ജോർജ്, രമേശ് ചെന്നിത്തല, ഇവരൊക്കെ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്ന് അസ്തമിച്ചു പോയ ആളുകളാണ്. ഒരു പേരൂടെ എനിക്ക് ചേർക്കാനുണ്ട്. ജി. സുധാകരൻ. ജി. സുധാകരൻ, ശരിയാണ്. വളരെ പെട്ടെന്ന് അവർ അസ്തമിച്ചു പോയി. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ആണിതിന് കാരണം എന്ന് തോന്നുന്നു. പക്ഷേ എനിക്കൊരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. വി.എസ്. അച്യുതാനന്ദനെക്കുറിച്ച് ഞാൻ പറയാം. വി.എസ്. ആണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു 2047 ആകുമ്പോൾ കേരളം ഒരു ഇസ്ലാമിക രാജ്യമാകുമെന്ന് പറഞ്ഞു. തീർന്നില്ല. വി.എസ്. പിന്നെയും പറഞ്ഞു മലപ്പുറത്തെ പരീക്ഷാ വിജയത്തെക്കുറിച്ചൊരു കമൻറ്റ് പറഞ്ഞു. തീർന്നില്ല, ലവ് ജിഹാദ് ഉണ്ട് എന്ന് വി.എസ്. പറഞ്ഞു. അങ്ങനെ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെ ഏറ്റവും വലിയ ശത്രുവായി വി.എസ്. മാറി. ഇനി എ.കെ. ആൻ്റണിയെക്കുറിച്ച് പറയാം. എ.കെ. ആൻ്റണി ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ സമ്മർദ്ദം ചെലുത്തി അനർഹമായ ആനുകൂല്യങ്ങൾ പിടിച്ചു പറ്റുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് തന്നെയാണ്. എ.കെ. ആൻ്റണി കേരള രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ഒന്നുമല്ലാതെ മാറി. അവിടെ നിന്ന് തീർന്നില്ല. പി.സി. ജോർജാണ് കേരളത്തിലെ ജിഹാദി വൽക്കരണത്തെ ഏറ്റവും ശക്തമായി ചെറുത്ത ആൾ. രണ്ടു മുന്നണിയിലും പെടാതെ ഒരു അനാഥപ്രദേശത്തെ പോലെ കുറേ നാൾ പി.സിക്ക് അലയേണ്ടി വന്നു. ഇപ്പോൾ BJP ഒരു ബർത്ത് കൊടുത്തിരിക്കുക. തീർന്നില്ല. രമേശ് ചെന്നിത്തല അറിയാതെ താനൊരു ഹിന്ദുവാണ് എന്ന തരത്തിൽ ഒരു പരാമർശം നടത്തി. കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവ് പോലും ആവാതെ അത് ഞാൻ ഓർക്കുന്നില്ല. ചെന്നിത്തല അവസാനിച്ചു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ. അതിനുശേഷമാണ് അദ്ദേഹത്തിന് വളരെ നേരെ സംഘടിതമായ ആക്രമണം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മുണ്ട് പൊക്കി നോക്കിയാൽ ഒരു കാക്കി ട്രൗസർ കാണാം. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് കുഴി കുത്തിയാണ് ഇപ്പോഴും പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ മതവാദി എന്നൊക്കെ പറഞ്ഞ് വലിയ മതവാദിയാണെന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തലയും കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി മാറി. ഇപ്പോൾ ആ നിരയിലേക്ക് മറ്റൊരാൾ വരികയാണ്, കെ.കെ. ശൈലജ. കെ.കെ. ശൈലജയെക്കുറിച്ച് പറയുമ്പോൾ കെ.കെ. ശൈലജയാണ് ഹമാസിനെ തീവ്രവാദികളാണ് എന്ന് വിളിച്ച, ഭീകരരാണെന്ന് പറഞ്ഞ ഏക കമ്മ്യൂണിസ്റ്റ്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ്. പെട്ടെന്ന് തിരുത്തിയില്ല. അവർ നിലപാട് മാറ്റിയില്ല, ആ പോസ്റ്റ് പിൻവലിച്ചില്ല. പക്ഷെ ഒന്ന് മയപ്പെടുത്തി പോസ്റ്റ് ഇട്ടെങ്കിലും ആദ്യത്തെ പോസ്റ്റ് അതുപോലെ ഇപ്പോഴുമുണ്ട്. ഞാൻ ഓർക്കുന്നത് കൊണ്ട് ഇടുക്കിയിലെ സൗമ്യ ഇസ്രയേലിൽ മരിച്ചു വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയായ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയും ഇട്ട പോസ്റ്റുകൾ പിൻവലിച്ചു. ആദ്യം തിരുത്തി പിന്നെ പിൻവലിച്ചു. അപ്പോൾ ഇങ്ങനെ സൗമ്യയുടെ ഡെഡ് ബോഡി വന്നപ്പോൾ സ്വീകരിക്കാൻ ആരും പോയില്ല. മന്ത്രി വി മുരളീധരൻ മാത്രമാണ് പോയത്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ നോക്കുമ്പോൾ അതത് പാർട്ടികളിലെ വിവിധ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായി ഫിനിഷ്ഡായ ചില നേതാക്കന്മാരുടെ പേരാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമായി അസ്തമിച്ചു പോയി. പക്ഷേ നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ നിലപാടെടുത്ത എല്ലാവരുടെയും ഗതി ഇതാണ്. ഇപ്പോൾ നോക്കൂ, വടകരയിൽ ശൈലജ അതിഭീകരമായ ഒരാക്രമണത്തിന് വിധേയമായതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയാണ്. കാഫിറിനെ വിജയിപ്പിക്കരുത്, 5 നേരം നിസ്കരിക്കുന്ന ദീനിയാണ് ഷാഫി പറമ്പിൽ, കാഫിറിന് വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ച് ഇലക്ഷൻ്റെ തൊട്ടു മുമ്പ് വ്യാപകമായ സൈബർ പ്രചാരണം നടന്നു. ഇങ്ങനെ ഇസ്ലാമിസ്റ്റുകളെ വിമർശിക്കുന്നവർക്ക്, മതമൗലികവാദികളെ എതിർക്കുന്നവരെ അസ്തമിപ്പിച്ച് കളയാൻ ജോസഫ് മാഷിൻ്റെ കൈ നമ്മൾ ഓർക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു സംഘമുണ്ടോ? ഇത് ഇസ്ലാം വോട്ടെന്ന് പറയുന്നത് കേരളത്തിലെ സംഘടിതമായ ഒരു വോട്ട് ബാങ്കാണ്. അതിനെ വ്രണപ്പെടുത്തിയാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെയും ഒരു നേതാവ് ജനാധിപത്യ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ വിഷമമാണെന്നൊരു തോന്നൽ, ഒരു പൊതുധാരണ ഇപ്പോൾ കേരളത്തിൽ വളർന്നിട്ടുണ്ട്. ഇടത് വലത് മുന്നണികളിലുള്ള എല്ലാവരും ഇസ്ലാമിൻ്റെ വോട്ടിന് വേണ്ടി നടത്തുന്ന പ്രീണനത്തിൻ്റെ പിന്നിലെ ചേതോവികാരവും ഇത് തന്നെയാണ്. അപ്പോൾ ഇസ്ലാം പിണങ്ങിയാൽ നമ്മൾ തുടർച്ചയായി കഥ കഴിഞ്ഞു. അതിന് ഉദാഹരണം എറണാകുളം മണ്ഡലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എറണാകുളത്ത് ഒരു കാലത്ത് എല്ലാ വർഷവും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. കാരണം നിയമസഭയിൽ നിന്നൊരാൾ രാജിവെച്ച് പാർലമെൻറ്റിലേക്ക് മത്സരിക്കും. അപ്പോൾ നിയമസഭയിലൊരു റീ എലക്ഷൻ വരും. പാർലമെൻറ്റ് റീ എലക്ഷൻ വരുന്ന ഒരാളിൻ്റെ നിര്യാണത്തെ തുടർന്നായിരിക്കും. അങ്ങനെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുന്നുണ്ടെ പാർലമെൻറ്റ് പിരിച്ചു വിട്ടിട്ട് വീണ്ടും പാർലമെൻറ്റിലേക്ക് 99 റീ എലക്ഷൻ വരും. അങ്ങനെ അടിക്കടി ഒരു വർഷം എറണാകുളത്ത് നിയമസഭയിലോ ലോക്സഭയിലോ തുടർച്ചയായി
തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇടയായി. അന്ന് ഇത് എല്ലാം റിപ്പോർട്ട് ചെയ്യാനും പിന്നെ അതിൻ്റെ തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ജോലികളൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥനായിരുന്ന എനിക്ക് ഈ തിരഞ്ഞെടുപ്പ് അടിക്കടി വരുന്ന തിരഞ്ഞെടുപ്പ് ജനങ്ങളിൽ വോട്ടിങ്ങിനോട് മടുപ്പുളവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പേഴ്സൻറ്റേജ് കുറയും എന്ന് മുൻകൂട്ടി പറയാൻ ഇടവന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. സെബാസ്റ്റ്യൻ പോൾ ആദ്യമായിട്ട് എറണാകുളത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 50% താഴെ വോട്ട് മാത്രം പോൾ ചെയ്തപ്പോഴാണ് 3000 ജയിച്ചത്. അപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ചെയ്യപ്പെട്ടില്ല. കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്യേണ്ട ആളുകളുടെ വോട്ട് ചോർന്നു പോയി. അതിൻ്റെ പ്രധാന കാരണം ആളുകൾ മടുത്തു, എന്നും മടുപ്പല്ല. ഇപ്പോൾ ഈ സുനിൽ പറഞ്ഞ ഒരു പോയിൻ്റാണ് അതിൻ്റെ കാരണം ആ സമയത്താണ് മാറാട് കലാപത്തിന് ശേഷം അതിനിശ്ചിതമായി AK ആൻ്റണിയിൽ നിന്ന് ഒരു പരാമർശം വരുന്നത്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തുല്യമായി അപലപിക്കേണ്ടതാണ്. ന്യൂനപക്ഷ വർഗീയത പോലെ അല്ല, ഭൂരിപക്ഷ വർഗീയതയെപ്പറ്റി പരാതി പറയുന്നവർ അതുപോലെ തന്നെ ദോഷകരമാണ് ന്യൂനപക്ഷ വർഗീയതയെന്ന് മറന്നുപോകരുത്. പിന്നെ ന്യൂനപക്ഷമായി സംഘടിച്ചു നിൽക്കുന്നവർ സമ്മർദ്ദത്തിലൂടെ എന്തും സാധിച്ചു കളയാം എന്നും വിചാരിക്കുന്നത് അപകടകരമാണ്. അത് ഈ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെയും ആരോഗ്യകരമായ മുന്നോട്ടുള്ള പോക്കിനെയും ബാധിക്കും എന്നും മാറാട് കലാപത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയാൻ നിർബന്ധിതനായി. അതേ തുടർന്ന് UDFൻ്റെ ഘടകകക്ഷിയായി UDFന് തുടർച്ചയായിട്ട് വോട്ട് ചെയ്തിരുന്ന ആളുകൾ എറണാകുളത്ത് വോട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയോ എതിരാളികൾക്ക് വോട്ട് ചെയ്യുകയോ ചെയ്തതാണ് തുടർച്ചയായിട്ട് ആൻ്റണിയുടെ കാലത്ത് ഇവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടത്. തുടർച്ചയായിട്ട് തോറ്റു. പിന്നെ തുടർന്ന് വന്ന് 2004 ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. അതിൽ കോൺഗ്രസ് കേരളത്തിൽ ത്രൂ ഔട്ട് അമ്പേ പരാജയപ്പെട്ടു. അല്ല, അപ്പോൾ അതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞൊരു ആംഗിൾ സാർ ആലോചിച്ചിരുന്നുണ്ട് അല്ലേ? ഇത് ഇങ്ങനെ നമ്മൾ ഈ ഇത്രയും നേതാക്കൾ PS ഒരുപക്ഷെ വാർദ്ധക്യം മൂലം വിരമിച്ചു എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അദ്ദേഹം പൊതുജീവിതത്തിൽ നിന്ന് ഓൾമോസ്റ്റ് രോഗശയ്യയിലായി. അദ്ദേഹത്തിൻ്റെ ഇനി രാഷ്ട്രീയ ഭാവിയുടെ ഒന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം വെട്ടി തുറന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഓർക്കുന്നില്ലേ, 2047 കേരളം ഇസ്ലാമിക രാജ്യമാകുന്ന PS പറഞ്ഞു. മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ വിജയത്തെക്കുറിച്ച് പറഞ്ഞു. ലവ് ജിഹാദ് ഉണ്ടെന്ന് ആവർത്തിച്ചു പറഞ്ഞു. അത് ഈ മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ പിന്നെ അടിക്കടിയുള്ള വിജയം കൃത്രിമമാണ് എന്ന് അദ്ദേഹം പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം അധികാരത്തിലിരിക്കുന്ന ഒരാളാണ്. അതെ. അപ്പോൾ അത് ഉത്തരവാദിത്വത്തോടെയാണ് പറഞ്ഞത്. അതിൽ വസ്തുതയുണ്ടോ എന്ന് അന്വേഷിക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരോ പിന്നാലെ വന്നവരോ അല്ല. അത് മാത്രമല്ല സാർ, 2047 കേരളം ഇസ്ലാമിക രാജ്യമാകുമെന്ന് പറഞ്ഞതും ലവ് ജിഹാദ് ഉണ്ടെന്ന് PS പറഞ്ഞതും അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ്. അത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പറഞ്ഞതാണ്. അല്ല, അത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വരെ ഇപ്പോഴും വോട്ട് ചെയ്യുന്നു. അതെ, കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ പറഞ്ഞതാണ് ലവ് ജിഹാദ് ഉണ്ടെന്ന്. അല്ലാതെ ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല എന്ന് അദ്ദേഹം ഈ അടുത്ത കാലത്തും പ്രസംഗിച്ചു. ആഗ്രയിലെ ഒരു യോഗത്തിൽ ഈ അടുത്ത പ്രസംഗിച്ചു. അപ്പോൾ ഇത് അതിനുശേഷം VSൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് എങ്ങനെയാണ് പോയതെന്ന് നോക്കി. അതെ, അത് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ള അന്തചിത്രവും ഒക്കെ ആയിരിക്കാം. പക്ഷേ അതിൻ്റെ ഫൈറ്ററായി പിന്നെ അതിന് തിരിച്ചടിക്കാനുള്ള ആരോഗ്യവും മനസ്സും അദ്ദേഹം. മാർക്സിസ്റ്റ് പാർട്ടിയിൽ അന്തചിത്രം പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കംപ്ലീറ്റ് ജിഹാദിവൽക്കരിക്കപ്പെട്ട പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ അന്തഛിദ്രത്തിൻ്റെ മറവിൽ പ്രവർത്തിച്ച ഒരു ഘടകം, ഒരു ശക്തി, ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് VSനെ ഫിനിഷ് ചെയ്യാൻ ഈ പറയുന്ന ഇസ്ലാമിക പ്രശ്നങ്ങളെ തുറന്നു കാട്ടിയ മുഖ്യമന്ത്രിയെ ഫിനിഷ് ചെയ്യാൻ, രാഷ്ട്രീയക്കാരനെ ഫിനിഷ് ചെയ്യാനുള്ള ഒരു അജണ്ടയാണ് എന്ന് സംശയിച്ചാൽ തെറ്റില്ല. കാരണം പിന്നീട് വന്ന വേറെയും ചില നേതാക്കളുടെ പേര് പറഞ്ഞല്ലോ. PC ജോർജ് പരസ്യമായി ഇവൻ്റെ ഒന്നും വോട്ടെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരോട് മല്ലടിച്ച ആളാണ്. അതെ, ഈരാറ്റുപേട്ട പറഞ്ഞും കൊണ്ട് PC ജോർജിനെ തോൽപ്പിച്ചു. അതെ, രണ്ട് മുന്നണിയിലും പെടാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് 30,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച നിയമസഭാംഗമായ PC ജോർജ് പിറ്റേ തവണ നിന്ന് തോറ്റുപോയി അല്ലേ? അതെ, അത് പറഞ്ഞുകൊണ്ട് തോൽപ്പിച്ചു അദ്ദേഹം. അപ്പോൾ അത് ഒരു ദൃഷ്ടാന്തമാണ്. AK ആൻ്റണിയോട് അവർക്ക് വേറെ ഒരു പകയുണ്ട്. തിരൂരങ്ങാടിയിൽ കൊണ്ടുപോയി ജയിപ്പിച്ച് വിട്ടയാളാണ്. തിരൂരങ്ങാടിയിൽ AK ആൻ്റണി പോയി ഒരു ബൈ ഇലക്ഷനിൽ ജയിച്ചു വരുന്നത് NA കരീം എന്ന സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ്. അങ്ങനെ ഒരാൾ ഈ ന്യൂനപക്ഷ വർഗീയതയുടെയും ഭൂരിപക്ഷ വർഗീയതയുടെയും പേര് പറഞ്ഞു ന്യൂനപക്ഷങ്ങളെ കുറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ കരുതി കൂട്ടി ഒരു പടം പിടിപ്പിക്കുക എന്നുള്ള
തീരുമാനമെടുത്തു. അങ്ങനെയാണ് ത്രൂ ഔട്ട് കേരളത്തിൽ ആൻ്റണിയുടെ കാലത്ത് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. അതിൽ വേറൊരു കാര്യം നമ്മൾ കാണാതിരിക്കരുത്, ആൻ്റണിക്കെതിരായി ആൻ്റണി ഗ്രൂപ്പ് തിരിഞ്ഞ കാലമാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഈ എൻ്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് കളിക്കരുത്. അതെ അതെ. അപ്പോൾ ആൻ്റണി ഇല്ലാത്ത ആൻ്റണി ഗ്രൂപ്പ് എന്നായിരുന്നു പിന്നീട് അന്ന് വാർത്തയൊക്കെ വന്നു, ഓർക്കുന്നുണ്ട് ഞാനും. അപ്പോൾ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിനെ പിന്നെ നമ്മൾ ആൻ്റണി ഇല്ലാത്ത ആൻ്റണി ഗ്രൂപ്പ് എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ ആൻ്റണി ഗ്രൂപ്പും ഈ ശക്തികളോടൊപ്പം അന്ന് ചേർന്നു. അതെ, ആൻ്റണിയെ ഒറ്റപ്പെടുത്തുന്ന അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഓണക്കാലത്ത് തൻ്റെ മന്ത്രിസഭയുടെ രാജി വെച്ചുകൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പ്രഖ്യാപിച്ചത്. ഞാൻ എൻ്റെ വിമാനത്താവളത്തിൽ വെച്ചാണ് രാജി പ്രഖ്യാപിച്ചത്. സോണിയാഗാന്ധിയെ ഡൽഹിയിലേക്ക് യാത്രയാക്കിയതിന് ശേഷം അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഞാൻ രാജിവെക്കുകയാണ്. അല്ലെങ്കിൽ ആൻ്റണി കുറേ കാലം കൂടെ കേരള രാഷ്ട്രീയത്തിൽ തുടരുമായിരുന്നു. തീർച്ചയായിട്ടും തുടരുമായിരുന്നു. അദ്ദേഹത്തിന് മടുത്തു, ഇവിടുത്തെ പൊളിറ്റിക്സ് അദ്ദേഹത്തിന് അന്ന് മതിയാക്കിയതാണ്. അദ്ദേഹത്തിന് മടുത്തോ മാത്രമല്ല, അദ്ദേഹത്തിന് പണിതു. അല്ല, ഇവിടെ ഇനി ശോഭിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അത് പക്ഷേ ഇവരാരും പറഞ്ഞിട്ടില്ല, ഇല്ല, നമുക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായി. PC ജോർജിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു പക്ഷേ പരസ്യമായി ഇവർ വന്നിട്ട് നിന്നെ ഫിനിഷ് ചെയ്യും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്. അങ്ങനെ പ്രഖ്യാപിച്ചത് നടപ്പാക്കി. നമ്മൾ ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞാൽ, ചെന്നിത്തല കേരളത്തിൽ ഇപ്പോൾ വെറും ഒരു MLA മാത്രം ആവേണ്ട ആളായിരുന്നില്ല. ഒരു കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാവാൻ സർവ്വതാ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അതെ അതെ. പക്ഷേ പുള്ളി ഒരു ഹിന്ദുവാണ്. ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പോഴും കേൾക്കാം, ഇന്നല്ലെങ്കിൽ നാളെ RSSൽ പോകുന്നുണ്ടെങ്കിൽ ചെന്നിത്തല ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണം കേട്ടിട്ടില്ലേ സാർ? അദ്ദേഹത്തിൻ്റെ കുടുംബം RSS കുടുംബമാണ്. വളരെ പെട്ടെന്നാണ് ഇത്തരം ഒരു പ്രചാരണം. കാരണം ഒരു ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലത്തിന് മുമ്പ് ഇത്തരം ഒരു പ്രചാരണം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെന്നിത്തല ഒരു മൃദുസംഖ്യയാണ്. കോൺഗ്രസ് ലോയൽറ്റിയും അദ്ദേഹത്തിൻ്റെ മതനിരപേക്ഷതയെയും സംശയിക്കുന്ന ഒരു വിഭാഗം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ബ്രാൻഡ് ചെയ്ത് രമേശ് ചെന്നിത്തലയെ ഒറ്റപ്പെടുത്തി നിർത്തുന്ന അതിന് ഉത്സാഹിച്ച കുറേ കോൺഗ്രസ്സുകാരുമുണ്ട്. അതെ. അപ്പോൾ അവർ വിജയിച്ചു എന്നുള്ളതാണല്ലോ അദ്ദേഹം ഇപ്പം വെറും ഒരു MLA ആയി മാത്രം. അതെ അതെ. ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ രാഷ്ട്രീയമായി വലിയ സങ്കടം തോന്നുന്നൊരു കാര്യമാണ്. അതെ അതെ. ചെന്നിത്തലയുടെ ഒരു സ്റ്റേച്ചർ വെച്ച് അദ്ദേഹം വെറും ഒരു MLA ആവേണ്ട ആളല്ല. അല്ല, ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ക്ഷണിക്കപ്പെട്ട. കേരളത്തിൽ നിന്ന് ഉള്ള മുതിർന്ന നേതാവാണ്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇനിയും ചെന്നിത്തലയ്ക്ക് പരിഗണിക്കപ്പെടാവുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഞാൻ വിശ്വസിക്കുന്നില്ല. ഭരണം കിട്ടിയാലും ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുമെന്നുള്ള 1% പോലും വിശ്വാസമില്ലാത്ത ആളാണ്. കേരളത്തിൽ BJP ശക്തി പ്രാപിക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിന് പിന്നെ ഒരു ചോയ്സ് ഇല്ല. കേരളത്തിൽ BJP ശക്തി പ്രാപിച്ചു വരികയാണെങ്കിൽ അതിന് കോൺഗ്രസ്സിന് ബദലായി എടുത്തു കാണിക്കാനുള്ള ഒരേ ഒരു മുഖമാണ് ചെന്നിത്തല. കുഞ്ഞാലിക്കുട്ടി ചെന്നിത്തലയുടെ പേര് പറയും. അതാണ് എൻ്റെ വിശ്വാസം. കാലം വരുമെന്ന് എനിക്ക് പ്രതീക്ഷ. പിന്നെ നമ്മൾ വേറൊരു പേര് പറഞ്ഞില്ല, ഞാൻ നേരത്തെ ജി സുധാകരൻ. ജി സുധാകരൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് രാമായണമൊക്കെ വായിച്ചിരിക്കുക. പുള്ളി ഒറ്റപ്പെടാനുള്ള കാരണം ആലപ്പുഴ ജില്ലയിൽ CPM-നകത്ത് ഇസ്ലാമൈസേഷൻ നടക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചു. H. സലാം ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അതിന് സുധാകരൻ്റെ ആളുകളെന്ന് പറയുന്ന ആളുകൾ അതിനെതിരെ പോസ്റ്റർ ഇറക്കി അവിടെ. അത് സുധാകരൻ്റെ അറിവോടെയാണോ അല്ലയോ എന്ന് ഇനിയും വ്യക്തമല്ല. എങ്കിലും അതേ തുടർന്ന് സുധാകരൻ രാഷ്ട്രീയമായി വനവാസത്തിൽ. സലാമിനെതിരെ വലിയ അലിഗേഷൻ ഉയർന്നത് പുള്ളി SDP ആണ്, പോപ്പുലർ ഫണ്ടാണെന്നൊക്കെ വലിയ ആക്ഷേപം ഉയർന്നു. അതെ അതെ. അതിൻ്റെ പിന്നിൽ സുധാകരനാണെന്ന് സംശയിക്കുന്നു എന്നായിരുന്നു പാർട്ടിക്കാരുടെ ആരോപണം. ഇതേ ആലപ്പുഴയിലാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിക്കകത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞ് രാജിവെച്ച് പോയത്. അതെ അതെ അതെ. ഇപ്പോൾ ഏതായാലും സുധാകരൻ പാർട്ടിയുടെ ഔദ്യോഗിക അവിടെ പുന്നപ്പുറ വടക്ക് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. അതെ, ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിർജ്ജീവവും അതെ പ്ലാറ്റ്ഫോം പോലും നിഷ്ക്രിയവുമായിരുന്നു. ഒന്നുമില്ല, പുള്ളി അടുപ്പിച്ചില്ല. കാരണം ആലപ്പുഴയിലെ പാർട്ടി അങ്ങനെ പോയി. ഇപ്പോൾ നമ്മൾ ശൈലജയിലേക്ക് വരുമ്പോൾ ശൈലജയുടെ കാര്യത്തിൽ ശൈലജ എന്തൊക്കെയാണെങ്കിലും ഞാൻ പറയുന്നു, ഇന്ത്യയിലെ ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഹമാസിനെ ഭീകര സംഘടന എന്ന് വിളിക്കാനുള്ള ആർജവം കാട്ടിയ ഏക നേതാവ്. അതെ അതെ, അത് ശൈലജ അല്ലേ? ആ ശൈലജയ്ക്ക് ഇപ്പോൾ എതിരെ അവിടെ വന്നത് ദീനിയായ 5 നേരം നിസ്കരിക്കുന്ന ഷാഫിക്കെതിരെ മത്സരിക്കുന്ന ഒരു കാഫിറിന് വോട്ട് ചെയ്യണോ എന്നായിരുന്നു ഒരു ക്യാമ്പയിൻ. രണ്ടാമത്തെ ക്യാമ്പയിൻ ഷാഫി പറമ്പിൽ പോകുന്ന യോഗങ്ങളിലൊക്കെ ബോലോ തക്ബീർ വിളികളുമായി മുസ്ലിം ലീഗിൻ്റെ ആളുകൾ, യൂത്ത് ലീഗുകാരുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു.
അതെ, തീർച്ചയായിട്ടും. നമ്മൾ അവിടുത്തെ വടകരയിലെ തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്ന് വന്നതെല്ലാം ഇതുപോലുള്ള മതപരമായ വൈരാഗ്യവും വെറുപ്പും സൃഷ്ടിക്കുന്നതായിരുന്നു. ഷാഫി ആവട്ടെ മതേതര മുഖമുള്ള ഒരാളാണെന്ന് ഭാവിക്കുന്ന ഒരാളുമാണ്. അതെ അതെ. പക്ഷേ ഇലക്ഷൻ ജയിക്കുവാനുള്ള കുറുക്കുവഴി എന്ന നിലയിൽ മതത്തിൻ്റെ കാർഡ് ഷാഫി എടുത്ത് പ്രയോഗിച്ചു. അവസാനത്തെ 3-4 ദിവസങ്ങളിൽ അവിടെ നടന്ന പ്രചരണം അതാണ് കാണിക്കുന്നത്. ഇപ്പോൾ ശൈലജയുടെ ഫോട്ടോ വെച്ചിട്ട് കാഫർ നോട്ട് ചെയ്യില്ല, അതിപ്പോൾ ശൈലജയാണ് ചെയ്തതെന്ന് ഷാഫി പറയുന്നുണ്ട്, ഇടതുപക്ഷക്കാർ ചെയ്തതാണെന്ന്. അങ്ങനെ പക്ഷേ ഇടതുപക്ഷക്കാർ ചെയ്താലും തീവ്ര ഇസ്ലാം വിശ്വാസികൾക്കിടയിലേക്ക് ഇത് ചെല്ലുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും? ശൈലജയ്ക്ക് എതിരായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഈ കമ്മ്യൂണിസ്റ്റുകാരായ കുറച്ച് മുസ്ലിങ്ങൾ ശൈലജയ്ക്ക് വോട്ട് ചെയ്യാതിരിക്കണം എന്ന് വൈരാഗ്യത്തോടെ ആയിരിക്കുമല്ലോ ഇങ്ങനൊരു പ്രചരണം നടത്തുന്നത്. അതെ അതെ. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഈ ഹമാസിനെ തള്ളി പറഞ്ഞതാണോ ശൈലജ? അതായിരിക്കണം. അതല്ലാതെ ശൈലജയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേറെ കാരണങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഇസ്ലാമിനെതിരെ ശൈലജ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇസ്ലാമിനെതിരെയല്ല, ഹമാസിനെതിരെ ശൈലജ പറഞ്ഞിട്ടുണ്ട്. ഹമാസാണോ ഇസ്ലാം? അങ്ങനെയാണെങ്കിൽ ശൈലജ അവിടെ ജയിക്കാൻ സാധ്യതയില്ലല്ലോ. അതെ, കണ്ടറിയണം. പക്ഷേ ഏതായാലും നമ്മളിപ്പോൾ ഈ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് അതിഭീകരമായ അവസ്ഥ. നമ്മളുടെ ഈ വിലയിരുത്തൽ ശരിയാണെങ്കിൽ, അതിന് ബേസ് ഉണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഒരു വൈൽഡ് തോട്ടിൻ്റെ ഭാഗമൊന്നുമല്ല. നമ്മൾ ഇപ്പോൾ സാറ് പറഞ്ഞ എറണാകുളത്തെ ഇലക്ഷൻ്റെ കാര്യം ഞാൻ ആലോചിക്കാത്ത, ഇങ്ങനെ ആലോചിച്ച് വരുമ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് ലിങ്കുണ്ട്. അല്ല, മറ്റൊരു കാര്യവും, അതായത് ജോസഫ് മാഷിൻ്റെ കൈവെട്ടി 2010 അതിന് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിൽ വലിയൊരു വിടവുണ്ടായിരിക്കും, വലിയൊരു ചേരിതിരിവുണ്ടായിരിക്കുന്നു. ആ ചേരിതിരിവിൽ കുറച്ച് ഭയത്തിൻ്റെയും മറ്റൊന്ന് ഇസ്ലാമിക പ്രീണനത്തിൻ്റെയും. കാരണം ജോസഫ് മാഷിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായ ക്രിസ്ത്യൻ സഭ അദ്ദേഹത്തെ സംരക്ഷിച്ചില്ല. അത് ജോസഫ് മാഷിൻ്റെ ആത്മകഥയിൽ ഇപ്പോഴും സഭ അങ്ങനെ ചെയ്യുന്നില്ല. സഭയ്ക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. സഭയുടെ നേതാക്കന്മാർ, ബിഷപ്പുമാരൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ദിവസം എന്തൊക്കെ വിവരക്കേടുകളാണ്, അപഹാസ്യമായ രാഷ്ട്രീയ പ്രസ്താവനകളാണ് വന്ന് നമ്മുടെ ചാനലുകളിൽ, മാധ്യമങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ സാർ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം കേരളത്തിലെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിക ഫണ്ടമെൻ്റലിസത്തെ അംഗീകരിക്കാത്ത ആളുകളെ ഫിനിഷ് ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ട്. ദേ ആർ കേപ്പബിൾ. അങ്ങനെ തെളിയിച്ചു. അത് ഇതിനെ പൊതുസമൂഹം എങ്ങനെ കാണും? രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ, മതനിരപേക്ഷതയെ പറ്റി ആവേശം കൊള്ളുന്ന പാർട്ടികൾ ഇതിനെ എങ്ങനെ നേരിടും? VS-ഉം AK ആൻ്റണിയും PC ജോർജും ചെന്നിത്തലയും G സുധാകരനും നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന ഉദാഹരണങ്ങളായിട്ടുണ്ട്. ഇനി അക്കൂട്ടത്തിൽ ശൈലജയും ഒരുപക്ഷെ EP ജയരാജനും വരും. കാരണം EP ജയരാജൻ ഹിന്ദു ഫാസിസ്റ്റ് കക്ഷിയായ BJP-യുമായിട്ട് വർത്തമാനം പറയാൻ പോയ ആളാണ്. അതുകൊണ്ട് ഒരുപക്ഷെ EP-യും ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുകയായിരിക്കും. EP പറയുകയും ചെയ്തു, BJP-യുടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പലരും നല്ലതാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അടുത്ത ടാർഗറ്റ് ഒരുപക്ഷെ ശൈലജയ്ക്ക് ശേഷം ജയരാജനായിരിക്കാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.